ഇമാം അബു ഹനീഫ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മനോഹരമായ ഒരു സംഭവം നമുക്ക് കാണാം. അദ്ദേഹം ഇത്തരം നിഷേധികളുമായി ഒരു വാദപ്രതിവാദം, അവരുമായി ഒരു സംവാദം അതിന് തയ്യാറാവുകയാണ്. അദ്ദേഹം ഒരു നിശ്ചിത സമയം അതിന് നിർണയിച്ചു, ഇന്ന സമയത്ത് അത് ആരംഭിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സംവാദത്തിനുള്ള ഈ പറഞ്ഞ നിഷേധികൾ അവർ സമയത്ത് തന്നെ എത്തി. അബു ഹനീഫ റഹിമഹുള്ള അദ്ദേഹം നിർണയിച്ച സമയത്തിൽ നിന്ന് ഒരല്പം വൈകിപ്പിച്ചു, കുറച്ച് വൈകിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഒരു യുക്തിയായിരുന്നു അത്, അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമായിരുന്നു. അദ്ദേഹം കുറച്ച് വൈകി വന്നപ്പോൾ ഈ പറയുന്ന ആളുകൾ ചോദിച്ചു, അബു ഹനീഫ എന്തുകൊണ്ടാണ് താങ്കൾ വൈകിയത്? വൈകിയതിനാൽ പല ആളുകളും പറയാൻ തുടങ്ങി അബു ഹനീഫ പിന്തിരിഞ്ഞതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അബു ഹനീഫ റഹിമഹുള്ള അദ്ദേഹം വന്നപ്പോൾ താങ്കൾ എന്താണ് ഇങ്ങനെ വൈകിയത് എന്ന് പറഞ്ഞപ്പോൾ അബു ഹനീഫ തന്ത്രപരമായി അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന സന്ദർഭത്തിൽ എനിക്കൊരു പുഴ അത് മുറിച്ച് കടക്കാനുണ്ടായിരുന്നു. പുഴവക്കിലെത്തിയപ്പോൾ എനിക്ക് മുറിച്ച് കടക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങളൊന്നുമില്ല, എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് അതിൻ്റെ തടികൾ അങ്ങനെ താനെ വന്ന് ആ പുഴയിൽ ഇങ്ങനെ ഒഴുകി ഒരു കയറൊക്കെ വന്ന് താനെ കെട്ടി എൻ്റെ അരികിലേക്ക് വന്നു. ഞാനതിൽ കയറി നിന്നു, എന്നിട്ട് എന്നെ അടുത്ത കരയിലേക്ക് എത്തിച്ചു. അങ്ങനെ അതൊക്കെ നടക്കാനുള്ളൊരു കാലതാമസമാണ് വൈകിയത് എന്ന് പറഞ്ഞു. അബു ഹനീഫ് റഹിമഹുള്ള അദ്ദേഹത്തെ ഒരു കളിയാക്കി, എന്താണ് ഈ പറയണത്? അങ്ങനെയൊക്കെ നടക്കുമോ? ബുദ്ധിയുള്ള ആളുകൾക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അബു ഹനീഫ് റഹിമഹുള്ള അവർക്ക് മറുപടി പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഒരു തോണിയും ഒരു വഞ്ചിയും ഈ കാര്യങ്ങളും വെറുതെ ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായി? അതൊരു അസംഭവ്യമായ കാര്യമായി നിങ്ങൾക്ക് തോന്നി. നിങ്ങളാകട്ടെ ഈ ആകാശഭൂമികളും ഇതിലുള്ള സകല ചരാചരങ്ങളും വെറുതെ ഉണ്ടായി, ഒരു റബ്ബില്ലാതെ ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ ഏതു കൂട്ടർക്കാണ് ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചിരിക്കുന്നത് എന്ന് അബു ഹനീഫ് റഹിമഹുള്ള അദ്ദേഹം ചോദിച്ചു എന്നാണ്. അതോടെ ആ സംവാദം അവിടെ അവസാനിക്കേണ്ടി വന്നു എന്നാണ്.